ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് കോഴ്സ് ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓൺലൈനായിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോളൂ കേട്ടോ. ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് SGOU എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ കാൻഡിഡേറ്റ് ഒരു സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് വരും. അത് തുറക്കുമ്പോൾ നമുക്ക് ഇൻ്റർഫേസ് വരും. നമ്മുടെ ഫേസ്, നമ്മുടെ ഡീറ്റെയിൽസിൽ ഒരു ഇൻ്റർഫേസ് വരും. അതിൻ്റെ താഴത്തേക്ക് നമ്മൾ നന്നായി സ്ക്രോൾ ചെയ്യുക. അതിൻ്റെ ഈ ഇൻ്റർഫേസ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുള്ള ഇൻ്റർഫേസാണ് ഓപ്പണായിട്ട് വരുന്നത്. ആ ഇൻ്റർഫേസിൻ്റെ താഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് ഇതിൻ്റെ അവസാനം എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻസ് കാണാം. ആ അസൈൻമെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അസൈൻമെൻറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇത്തരം ഒരു ഇൻ്റർഫേസിലായിരിക്കും. അതിനകത്ത് നമ്മൾ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് ഇപ്പോൾ വരും. ഈ ഓപ്പണായി വന്നിരിക്കുന്ന ഇൻ്റർഫേസിലുള്ളത് നമ്മുടെ കോഴ്സിൻ്റെ സബ്ജക്റ്റുകളും അതിനകത്ത് സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെൻറ്റുകളുടെ ഡീറ്റെയിൽസുകളാണ്. അതിനകത്ത് എല്ലാം പെൻഡിങ് എന്നാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് പെൻഡിങ് എന്നാണ് കിടക്കുന്നത്. അസൈൻമെൻറ്റ് നമ്പർ 1ൻ്റെ നേരെ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നേരെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു ഓപ്പണായി വരുന്നൊരു ഇൻ്റർഫേസ് ഉണ്ട്. അതിനകത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഓൺലൈൻ സബ്മിഷൻ ആണോ ചോദിക്കുന്നുണ്ട്. അപ്പം ഓൺലൈൻ സബ്മിഷൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും തരുന്നുണ്ട്. നമ്മൾ ഓൺലൈൻ സബ്മിഷൻ ഇൻസ്ട്രക്ഷനൊക്കെ റെഡിയാണോ നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ഓൺലൈൻ സബ്മിഷൻ എന്ന് പറയുന്ന ആ ഡൗട്ട് കാണുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചൂസ് ഫയൽ എന്ന് കാണും. നമ്മൾ ഫയൽ ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വന്നു. അപ്പോൾ നമ്മൾ മുമ്പേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച അനലിറ്റിക്കലാണെങ്കിൽ അനലിറ്റിക്കൽ നെയിം കൊടുക്കണം, ഡിസ്ക്രിപ്റ്റീവ് നെയിം കൊടുത്ത് മുമ്പേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഫയൽ ആ ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് വ്യൂ ചെയ്യുക. ഫയൽ ഒന്നുകൂടി നമ്മൾ വ്യൂ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന അസൈൻമെൻറ്റിന് എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ള ഒന്നുകൂടി നമ്മൾ വെരിഫിക്കേഷൻ നടത്തുക. ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക, കംപ്ലീറ്റ് എല്ലാ പേജും ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രോൾ ചെയ്ത് എല്ലാ വെരിഫിക്കേഷനും നടത്തി നോക്കുക. ആ വെരിഫിക്കേഷനെല്ലാം നടത്തി പ്രോപ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ സബ്മിഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ഒന്നും കൂടി ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റിങ്ങോ റിവൈസോ ചെയ്യണോ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് കൊടുക്കാം. പ്രോബ്ലം ഇല്ലെങ്കിൽ ഓക്കെ എന്ന് കൊടുത്തോളൂ. അവിടെ നമ്മൾ എന്ത് ഓക്കെ എന്നുള്ള അവിടുത്തെ കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു ഇൻ്റർഫേസ്, നമുക്കൊരു അപ്ഡേറ്റഡ് ആയുള്ള അസൈൻമെൻറ്റ് അപ്ഡേഷൻ വരും. അപ്പോൾ നമുക്ക് മുകളിൽ കണ്ടോ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റഡ് ആയി എന്നുള്ളതിൻ്റെ ഒരു വാർണിംഗ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് അത് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗോ ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചാൽ മുകളിലേക്ക് പോകുമ്പോൾ ഗോ ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടി വ്യൂ കൊടുക്കുക. വ്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഓപ്പണായി നമ്മുടെ പഴയ ഇൻ്റർഫേസ് തന്നെ ഒന്നുകൂടി ഓപ്പണായിട്ട് വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ അസൈൻമെൻറ്റ് നമ്പർ 1 നമ്മളൊന്നിപ്പോൾ നോക്കണേ. ഈ നമ്പർ 1ൽ നമ്മൾ എന്ത് ഓൾറെഡി സബ്മിറ്റഡ് ആയിരിക്കും കണ്ടോ, സബ്മിറ്റഡ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ നമ്മൾ അതേപോലെ തന്നെ ഈ പ്രൊസീജിയർ പോലെ തന്നെ വ്യൂ ഓപ്ഷൻ കൊടുക്കുന്നു. ഇതേപോലെ തന്നെ ഓൺലൈൻ സബ്മിഷൻ ഇൻസ്ട്രക്ഷൻ ആക്കുന്നു, ഫോളോ ചെയ്ത് പോകും.